Good afternoon, all. Good afternoon, ma'am. Good afternoon. Our responsibilities, responsibilities of a hospital administration. ഇതായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരും എടുത്തിട്ടുണ്ടോ? എല്ലാവരും കയ്യിൽ കാണുമായിരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. Responsibilities of a hospital administration. ഞാൻ തുടങ്ങിക്കോട്ടെ. അപ്പോ നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു ചെയ്തപ്പോൾ മനസ്സിലാക്കി എന്താണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ഒരുപാട് ഡിസിഷൻസ് അല്ലെ, നമ്മുടെ ഡിസിഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുവരാൻ, എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ കൊണ്ടുവരാം, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുക, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ അഡ്മിനിസ്ട്രേഷന്റെ പവറിലുള്ള വ്യക്തികളുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന അതിൽ വരുമ്പോൾ നമുക്കറിയാം അവിടെ പൊതുവെ ഡോക്ടേഴ്സ്, നഴ്സുമാര്, അത് മാത്രമല്ല വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം കാഴ്ചവെക്കുന്ന വ്യത്യസ്ത പേഴ്സൺസും കൂടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് റിസപ്ഷനിസ്റ്റ് ഏരിയയിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ട്, അതേമാതിരി തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരുണ്ട്, പിന്നെ സെക്രട്ടറിമാരുണ്ട്, അങ്ങനെ വ്യത്യസ്ത ഇതിലുള്ള വർക്കേഴ്സുമാരൊക്കെ അവിടെയുണ്ട്. അവർക്കും അവരുടേതായ ഡ്യൂട്ടി അല്ലെ. അപ്പൊ അവിടെ സേവനം കാഴ്ചവെക്കാനായിട്ട് ഡോക്ടേഴ്സ്, നഴ്സുമാര്, അല്ലെങ്കിൽ ലബോറട്ടറിയിലുള്ള വർക്കേഴ്സ്, അങ്ങനെയുള്ള കുറച്ചു പേര് മാത്രമല്ല വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തന്നെ വ്യത്യസ്ത പേഴ്സൺ കൂടിയും അതിന്റെ ചുമതല നിർവഹിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രധാനമായിട്ട് വിവരിക്കുന്നത്. ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം. എന്താണ് നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെന്റർ. അതായത് ഹെൽത്ത് കെയർ സെന്ററിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്, സാധാരണയായിട്ട് ചികിത്സ മാത്രമല്ലാത്ത വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. These administrative roles could see you working in a different departments in a hospital. ഇവരെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് അവരുടെ ആ ഒരു ഭരണ നിർവഹണത്തിൻ്റെതായ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്, ഹോസ്പിറ്റലിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇതില് പ്രധാനമായിട്ട് വിവരിക്കുന്നത്. എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? ഫസ്റ്റ് വൺ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് അല്ലെ, ആ ഓവർവ്യൂവിൽ കണ്ടതാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട്, നഴ്സുമാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേഷ്യൻസിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവിടുത്തെ മറ്റേത് സ്റ്റാഫിനോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും നല്ല രീതിയിലേക്ക് അല്ലെ, ആ ഓഫീസ് നല്ല ഒരു ലക്ഷ്യത്തിലേക്ക് നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ പവറിലുള്ള വ്യക്തി ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓവർസീയിങ് ദ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അദ്ദേഹം എന്താണ് മൊത്തത്തില് ഒരു അവിടുത്തെ സേവനത്തിന് ഹോസ്പിറ്റലിൻ്റെതായ ഫെസിലിറ്റിക്ക് വേണ്ടി മൊത്തത്തിൽ കണ്ണോടിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തിത്വമാണ്. ദ റെസ്പോൺസിബിലിറ്റീസ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ്, പ്രധാനമായിട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങൾ പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്. നമുക്കറിയാം അദ്ദേഹം അല്ലെ തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങുകളാണ് നടപ്പാക്കുന്നത്. നമുക്ക് അത് ലക്ഷ്യം നേടിയെടുക്കാൻ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ, എന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും പുതിയ പുതിയ ആശയങ്ങൾ അതൊക്കെ കൊണ്ടുവരണോ എന്നുള്ള ആ ഒരു പ്ലാനിങ്, അത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടൈം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദ ഹോസ്പിറ്റൽ. നമുക്കറിയാം ഒരു ലക്ഷ്യം അത് ഒരുപാട് നാളുകൾ കൊണ്ടാണ് അത് നേടിയെടുക്കാൻ സാധിക്കുക അല്ലെ.
ലോങ് ടൈം ആയിട്ട് ഇത്രയും പേഷ്യൻസിന്റെ ഒരു ഹോസ്പിറ്റലില് ഒന്നും കൂടിയും ചിലപ്പോൾ ഇത്രയും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കുറച്ചും കൂടി കവർ ചെയ്ത പേഷ്യൻസ് ഒരുപാട് കൂടി പേഷ്യൻസിനെ വികസിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്താണ് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ലോങ് ടൈം ആയിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്ന വ്യക്തിത്വം ആരുടെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെയാണ്. This consists of analyzing market trends, identifying areas for improvement, and devising plans to improve the hospital service and operations. നമ്മൾ കണ്ടായിരുന്നു എന്താണ് മാർക്കറ്റിന്റെ ട്രെൻഡുകൾ അനുസരിച്ചിട്ട് തന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങളല്ലേ, എന്തെങ്കിലും മാറ്റങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ട് നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുക. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനുകൾ നമ്മളിപ്പോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാനുകൾ അത് ഇച്ചിരി കൂടി വ്യത്യസ്തമായ രീതിയിൽ ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള രീതിയിൽ ആ സർവീസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനെ പ്ലാനിങ്ങുകൾ വിവിധമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തുക എന്നുള്ളതെല്ലാം ആരുടെ റോളാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഡ്യൂട്ടിയിലുള്ള റോളാണ്. നെക്സ്റ്റ് വന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമുക്കറിയാം ഒരു ഫണ്ട് അവിടെ എപ്പോഴും ഇപ്പൊ പുതിയ അപ്പോയിന്റ്മെന്റ്സ് വരികയാണെങ്കിലും അല്ലെങ്കിൽ മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്താണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാംസ് സംഘടിപ്പിക്കാനെങ്കിലും എല്ലാത്തിനും എന്താവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ് പണം ആവശ്യമാണ്. അപ്പൊ ആ മാനേജ്മെന്റും അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽസ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. ഫിനാൻഷ്യലുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. They work neatly with the finance team to monitor revenue, control expense, distribute resources in an efficient manner, and ensure the financial firmness of the organization. അതായത് നമുക്കറിയാം ഇദ്ദേഹം നല്ല തീക്ഷ്ണമായ രീതിയിൽ തന്നെ ആ ഫിനാൻസിന്റെ ആ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്ത് വിലയിരുത്തിയിട്ട് എത്രത്തോളം നമുക്ക് കിട്ടുന്ന വരവിനനുസരിച്ചിട്ട് തന്നെയാണോ ചെലവ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക. കൂടുതൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വരികയാണെങ്കിൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ നഷ്ടത്തിൽ പോവുകയുള്ളൂ വരുമാനത്തിൽ ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ടുകൾ വിഭവശേഷിയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം അത് നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം ഈ ഒരു നല്ല ഒരു ഫിനാൻഷ്യൽ കൺട്രോളിങ് കിട്ടിയില്ല എങ്കിലും ഒരു ബിസിനസ് നന്നായിട്ട് തന്നെ റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സാലറി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതികളൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്? പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് നയങ്ങൾ കൊണ്ടുവരിക, അതേമാതിരി തന്നെ നടപ്പാക്കുന്നതൊക്കെ അവര് തന്നെയാന്ന് പറഞ്ഞു. നോക്കാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തു പോകുന്ന ഒരു പോയിന്റ്സ് ആണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഓവർവ്യൂല് പ്രത്യേകം പറഞ്ഞത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പോവുക. എന്താണ് പറയാതെ നമുക്ക് തരമില്ല നമുക്ക് പഠിക്കേണ്ട ഒരു മേഖലയായതുകൊണ്ട് എല്ലാം കവർ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. നോക്കാം എന്താണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷനിൽ പറയുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെറ്റപ്പ് ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. അതായത് നമ്മൾക്ക് ഹോസ്പിറ്റലിൻ്റെതായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഇവർ ബാധ്യസ്ഥരാണ്. They ensure compliance with the legal and regulatory needs, encourage patient safety, and maintain ethical standards with the hospital. നമുക്കറിയാം അവിടെ ലീഗലായിട്ടുള്ള ഇഷ്യൂസ് ഹോസ്പിറ്റലിന് ഇത് കിട്ടണമെങ്കിൽ ചില പെർമിഷൻ ഒക്കെ വേണ്ടി വരും. നമ്മൾ കണ്ടായിരുന്നു വില്ലേജ് വേസ്റ്റിലൊക്കെ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിനും ചില പെർമിഷൻ ഒക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള റെഗുലർ ലീഗലായിട്ടുള്ള റെഗുലാരിറ്റികളെല്ലാം തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി എപ്പോഴും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് നടപ്പാക്കേണ്ടത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പേഷ്യന്റിന്റെ സേഫ്റ്റിയും കൂടി അവരുടെ സുരക്ഷയും കൂടി ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പാടുള്ളൂ. ദെൻ മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വിത്ത് ഹോസ്പിറ്റൽ. എപ്പോഴും എന്തെങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോഴും അത്
ധാർമ്മിക അടിസ്ഥാന മൂല്യത്തോട് അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലായിരിക്കണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാൻ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അവിടെയുള്ള സ്റ്റാഫുകളുടെ എന്താണ് വേക്കൻസി, എവിടെയാണ് ഒരു ഒഴിവ് വന്നിരിക്കുന്നത്, അത് എങ്ങനെയാണ് നികത്താൻ പറ്റുന്നത് അനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം കളക്ട് ചെയ്യുകയും അപ്പോയിന്റ്മെന്റും ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അഡ്മിനിസ്ട്രേറ്റീവ്സ് സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത് അവർ മേൽനോട്ടം വഹിക്കുമ്പോൾ എന്താണോ ആവശ്യമെന്ന് കണ്ടെത്തുന്നു, ദെൻ അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് നേടുന്നു, ദെൻ അവരെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എല്ലാം തന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ തീരുമാനത്തിന് അടിസ്ഥാനമായിരിക്കും. Then they produce and maintain a positive work environment, implement performance estimation systems, handle employees relations, and address staffing requirements to ensure the adequate coverage and optimal staffing levels. അതായത് നമ്മളിപ്പോ അല്ലെ ഇങ്ങനെയൊക്കെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം നല്ലൊരു റിസൾട്ട് നേടിയെടുക്കില്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷം കൂടി അല്ലെ, നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ. സ്റ്റാഫുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അത് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുത്താൽ മാത്രമേ അവിടെ നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ എന്താണ് അഡ്രസ് സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സ്, എൻഷുർ ആഡിക്വേറ്റ് കവറേജ്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന്, സ്റ്റാഫിംഗിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെ എന്താണ് നല്ല രീതിയിൽ സ്റ്റാഫിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയും അവരുടെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ എന്താണ് ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ ഹോസ്പിറ്റൽസ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്വിപ്മെന്റ് ആൻഡ് ടെക്നോളജി. അതായത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന പ്രോഗ്രാം സംഘടിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു കൂടി ആ ഒരു സ്ട്രക്ചറിൽ എന്തെങ്കിലും മെയിൻറ്റെയിൻസ് പോലെ നമ്മൾ പറഞ്ഞു ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എന്താണ് എത്രത്തോളം വ്യക്തികളെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് എക്യുപ്മെന്റ്സിന്റെ കാര്യം അല്ലെ. അവിടെ എന്തെങ്കിലും മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടോ, അത് നല്ല രീതിയിൽ തന്നെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ തന്നെ അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് അത് നടപ്പാക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ ഹോസ്പിറ്റൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്വിപ്മെന്റ് ആൻഡ് ടെക്നോളജി. പുതിയ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അത് നടപ്പാക്കേണ്ടതും ഇവർ തന്നെയാണ്. Then they supervise maintenance, upgrade and renovations to ensure safe and efficient environment for the patients, staff and visitors. അത് നമുക്ക് അറിയാമല്ലേ, നമ്മളിപ്പോ പണ്ടത്തെ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു രീതിയല്ലേ ഇപ്പോ. അപ്പൊ ചെല്ലുമ്പോ തന്നെ നമ്മൾ എവിടെയും കാവലൊന്നും നിൽക്കുന്നില്ല, നമുക്ക് എല്ലാം മോണിറ്റർ സൗകര്യത്തോടു കൂടി തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. നമ്മളെ ഡോക്ടേഴ്സിനൊക്കെ വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ആ ടൈം എപ്പോഴാണ്, നമുക്ക് എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്, എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കും. അങ്ങനെ എന്താണ് ഇത്തരത്തിലുള്ള ഈ എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്തു കൊണ്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി സാധാരണ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു പശ്ചാത്തലം അത് പേഷ്യൻസിനായിക്കോട്ടെ അതേമാതിരിയുള്ള അവിടെ സ്റ്റാഫിനായിക്കോട്ടെ മറ്റാർക്കും നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. നിങ്ങൾക്കറിയാം ക്വാളിറ്റി അഷുറൻസിന്റെ ഒക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തതാണ്. എന്താണ് അതിൽ പ്രത്യേകം പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി വിതിൻ ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള സേവനങ്ങളും നല്ല ഗുണമേന്മയുള്ള സേവനങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. They create and implement quality improvement initiatives, then monitor patients' outcomes and encourage adherence to evidence-based practice and clinical guidelines. അതായത് എപ്പോഴും ഗുണമേന്മയ്ക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ നമുക്കറിയാം എല്ലാവരും
പുതുമ നിറഞ്ഞതായിരിക്കും അല്ലെ. പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെയായിരിക്കും നല്ല നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് ക്വാളിറ്റിയുള്ള ഇനീഷ്യേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നേറ്റെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, മോണിറ്റേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പെട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാം തന്നെ സ്ക്രീനിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിച്ചു തരുന്ന ഒരു രീതി ഫോളോ ചെയ്ത് വരുമ്പോൾ നല്ല ഒരു ക്വാളിറ്റി സേവനം അല്ലെ, നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഒരു സേവനമാണ് കാഴ്ചവെച്ചെന്ന് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരെയാണ്. എൻകറേജ് അഡ്ഹറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്. അതിനനുസരിച്ചിട്ടുള്ള അവർക്ക് പ്രാക്ടീസും കൊടുക്കണം അല്ലെ. അവർക്ക് ഓരോരുത്തർക്കും ഈ കാര്യം നല്ല രീതിയിൽ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരുടെ ആണ്. Then community relations. Community relations എന്താ പറയുന്നത്? Hospital administrators play an important role in maintaining a positive relationship with the community. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരാണ് കുറെ ഇംപ്ലിമെന്റ് ചെയ്തല്ലേ. ഇപ്പൊ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുവരിക, പ്രോഗ്രാം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകൾക്ക് വേക്കൻസി അനുസരിച്ചിട്ട് ഫിൽ ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ബഡ്ജറ്റിങ്, ഫിനാൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ തന്നെയാണ് റോള് ചെയ്യണേന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ എന്ത് ആവശ്യമാണ്? ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഓരോരുത്തർക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ എന്താണ് അവിടെ ഒരു നല്ലൊരു ആശയവിനിമയത്തിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റാഫുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഇടയിലെല്ലാം നല്ലൊരു കമ്മ്യൂണിക്കേഷൻസ് സ്ഥാപിച്ചിരിക്കേണ്ടതുണ്ട്. Hospital administrators play an important role in maintaining positive relationship with the community. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കേണ്ടതുണ്ട്. They engage in community outreach programs, cooperate with the local organizations, and assist the hospital's service to meet the healthcare requirements of the community in an effective manner. അതായത് നല്ല അല്ലെ, നമ്മളിപ്പോ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കണം എന്താണ്, മറ്റുള്ളവർക്ക് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കൊക്കെ ജനങ്ങളുടെ ഇടയിൽ കൂടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവിലുള്ളവര് ഇങ്ങനെ അല്ലെ, നമ്മളിപ്പോ ആരെങ്കിലും പങ്കാളിത്തത്തോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പൊ മറ്റുള്ളവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ, മറ്റെന്തെങ്കിലും സംഘടനകളോ എന്തെങ്കിലുമൊക്കെ വഴിയായിട്ടാണ് ഇങ്ങനെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്യുന്നത് എന്നാണ് അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കും. അപ്പൊ ആ ബന്ധത്തിൽ സ്ഥാപിച്ചെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാനും നല്ല രീതിയിൽ ഹോസ്പിറ്റലിന്റെ സേവനം മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? റിസ്ക് മാനേജ്മെന്റ്. നിങ്ങൾക്കറിയാം, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതായത് ഓവർവ്യൂവില് മിക്കപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയിലൊക്കെ പറഞ്ഞു പോയ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഉള്ളത് എന്താണ്? റിസ്ക് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് എടുത്ത് പോകുന്നത്. മനസ്സിലായോ എന്ന് ചോദിക്കാതെ. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്ത് പോകാലോ. റിസ്ക് മാനേജ്മെന്റ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോക്കോട്ടെ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് എന്താണ്? എല്ലാത്തിനും അല്ലെ ഒരു ഇതുകളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഏതൊരു ഇതുകളാണെങ്കിൽ നമുക്ക് എന്താണ് വായിച്ചു നോക്കാം. അഡ്മിനിസ്ട്രേഷൻസ് ഇവാലുവേറ്റ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. അതായത് എവിടെയും ഈ പറഞ്ഞോളം ഇംപ്ലിമെന്റ് അല്ലെ എന്തെങ്കിലും നയങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നടപടികൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിധേയമാകുമ്പോഴൊക്കെ എന്താണ് അവിടേക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലെ. അത് തരണം ചെയ്തിട്ട് വേണം ചിലപ്പോൾ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് വളരെയധികം തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം എന്താണ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അത് എവാലുവേറ്റ് ചെയ്ത് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഭരണപരമായി തന്നെ അവിടെയുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. They execute protocols and policies to minimize the potential risk, supervise the patients and employees safety measure and handle legal and insurance matters associated with the hospital. അതായത് നമുക്കറിയാം എല്ലാവരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. എല്ലാ തരത്തിലും ഒരു ശ്രദ്ധ അല്ലെ, ഒരു മേൽനോട്ടം നോക്കിയിട്ട് വേണം ഇവർക്ക് തീരുമാനങ്ങളെല്ലാം നടപ്പാക്കാനൊക്കെ ആയിട്ട്.
അപ്പൊ എവിടെയും എന്താണ് നമ്മുടെ പ്രോബ്ലംസ് വരാൻ, റിസ്കുകൾ, ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. അപ്പൊ സൂപ്പർവൈസ് പേഷ്യൻസ് എല്ലാത്തിനും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ അവിടെ എന്താണ് സൂപ്പർവൈസ് പേഷ്യൻസ് ആൻഡ് എംപ്ലോയീസ് സേഫ്റ്റി മെഷർ, അവിടെ എല്ലാവർക്കും ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കണം. അവിടെ എന്താ പറയുക, അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഇടയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. ഇനി അതുപോലെ തന്നെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് പരമായിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇഷ്യൂസുകളോ അല്ലെങ്കിൽ മാറ്റേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ അതെല്ലാം തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെ ഇൻഫോർമേഷൻ മാനേജ്മെന്റ്, അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ അല്ലെ, നമുക്ക് വിവരങ്ങള് കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. നമുക്കറിയാം ഇത് നല്ല രീതിയിൽ തന്നെ ഈ വിവരങ്ങളെല്ലാം കീപ്പ് ചെയ്യുകയോ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ഔട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്ത് ആർക്കാണോ എത്തിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിക്ക് തന്നെ കൃത്യമായിട്ട് എത്തിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അവിടെയാണ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. ദേ ഗ്യാരണ്ടി the confidentiality and security of a patient information by facilitating efficient data management and reporting. അതായത് നമുക്കറിയാം ഒരു പേഷ്യന്റ് അവരെ വളരെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് അല്ലെ അവരുടെ വിവരങ്ങളെല്ലാം ഹോസ്പിറ്റലിന്റെ ഓരോ കാര്യങ്ങൾക്കായിട്ട് കൈമാറ്റം ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഉറപ്പ് വരുത്തണം. അത് നല്ല രീതിയിൽ തന്നെ നമുക്കറിയാവുന്ന ഒരു മറ്റു തേർഡ് പാർട്ടീസിനെ വായിച്ചു കൊടുക്കാൻ മനസ്സിലാക്കത്തക്ക വിധത്തിലായിരിക്കും അവര് ഇത്തരത്തിലുള്ള സീക്രസീസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ കൈകാര്യം ചെയ്തൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അത് അവർക്ക് ഉറപ്പ് വരുത്തി കൊടുക്കണം. പേഷ്യൻസിന്റെ ഇടയില് ഇൻഫോർമേഷൻസ് ഒന്നും മറ്റൊരു ആർക്കും അല്ലെ അത് മറ്റുള്ള ആൾക്കാർക്കൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളത്. വൈൽ ഫെസിലിറ്റേറ്റിംഗ് എഫിഷ്യന്റ് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ്. കൃത്യമായി തന്നെയാണ് ആ ഡാറ്റാസ് മാനേജ് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ ഡ്യൂട്ടിയിലുണ്ട്. നെക്സ്റ്റ് എന്താണ് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. എന്താണ് നമുക്കറിയാം ഒറ്റയ്ക്ക് നിന്ന് ഒന്നും നേടാനായിട്ട് സാധിക്കില്ല അല്ലെ. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ മെയിൻ കാര്യമാണ് എല്ലാവരെയും ഏകോപിപ്പിച്ച് എല്ലാവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ലക്ഷ്യം നേടുക എന്നുള്ളത്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് കൊളാബറേറ്റീവ്ലി with physicians, nurses and other healthcare professionals to ensure a coordinated and efficient delivery of care. നല്ല ഒരു കാര്യക്ഷമമായിട്ടുള്ള സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഏകോപിപ്പിച്ച്, അതായത് അതിൽ നമുക്കറിയാം വ്യത്യസ്ത വ്യക്തികളുണ്ട് അല്ലെ. നഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, മറ്റു വർക്കേഴ്സുകൾ, പല ഡിപ്പാർട്ട്മെന്റിലും സേവനം ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്. അവര് അവരുടെ തൊഴിൽ ചെയ്യുന്നത് എല്ലാ തൊഴിലുകളെയും ഒന്നിച്ച് ഏകോപിപ്പിച്ച് ലീഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അത് അങ്ങനെ ചെയ്യാനുള്ള മെയിൻ ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കുണ്ട്. They give leadership, support, guidance to staff members, promoting a positive and collaborative work culture. അതായത് നല്ല ഒരു അന്തരീക്ഷം അല്ലെ, എല്ലാവരോടും സഹകരിച്ച് പോകുമ്പോഴെന്താണ് അവിടെ സാറ്റിസ്ഫാക്ഷനോട് കൂടി അല്ലെ, തൃപ്തിയോടുകൂടി ജോലി ചെയ്യാൻ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാകും. നല്ല രീതിയിൽ തന്നെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. കേസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലീഡ് ചെയ്യാനായിട്ട് അവരുടെ നിൽക്കാനായിട്ട് ഒരു ബാക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ മുന്നോട്ട് നിന്ന് അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് നേരെ വന്ന് മുന്നോട്ട് നിന്ന് അവരെ പിന്താങ്ങാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണർത്താനൊക്കെ ആയിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഒരു ഗൈഡൻസ് ആയിട്ട് അല്ലെ സ്റ്റാഫുകൾക്ക് നല്ല ഇംപ്ലിമെന്റേഷൻ, നല്ല തീരുമാനങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഗൈഡ് ലൈൻ ആയിട്ട് പോകാനായിട്ട് ഇവരുടെ ആ തീരുമാനം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒന്നിച്ച് നിന്ന് എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ട് ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ദീസ് റെസ്പോൺസിബിലിറ്റീസ് may differ depending on the size and type of the hospital. But overall, hospital administrators play a vital role in managing and enhancing the
ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ്. അതായത് ഇവിടെ ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്, നമുക്കറിയാം ചില ഹോസ്പിറ്റലിലെ ചില ഡ്യൂട്ടി മാത്രമായിരിക്കും അവർക്ക്. നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു റിസപ്ഷനിസ്റ്റ് ചിലപ്പോൾ ക്ലിനിക്കൽ ഡ്യൂട്ടി ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്ന ഒരവസ്ഥ പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോളിലുള്ളവർക്കും പറയാനുള്ളത്. വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് വിങ് തന്നെയായിരിക്കും. അത് അവർക്ക് അവരുടേതായ ഒരു ചെറിയ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഓവറോൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ നമുക്കറിയാം വേറെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ അവരെ ഒന്നിച്ച് നിന്ന് കോർഡിനേറ്റ് ചെയ്ത് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അത് ഹോസ്പിറ്റലിന്റെ ആ ഒരു സൈസും പ്രത്യേകതയും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ദിസ് റെസ്പോൺസിബിലിറ്റി may differ depending on the size and the type of the hospital, but overall hospital administrators play a vital role in managing and enhancing the healthcare facility operation and services. പ്രധാനമായിട്ടും ഓപ്പറേഷൻ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവിന്റെ പവറുള്ളവരുടെ കാര്യം എന്ന് പറയുന്നത് ഓവറോൾ ആയിട്ട് അല്ലെ, ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ ഓവറോൾ ആയിട്ട് മാനേജ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് എടുക്കുക എന്നുള്ള ഒരു സേവന പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേറ്റീവിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? Collaboration and leadership. Administrators work collaboratively with the physicians, nurses, and other healthcare professionals to ensure a coordinated and efficient delivery of care. അതായത് നമുക്കറിയാം ഒരു സഹകരണ പ്രവർത്തനം അല്ലെ, എല്ലാവരോടും സഹകരിച്ചു പോകേണ്ട ഒരു പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. അവരുടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, നഴ്സുമാര് അല്ലെങ്കിൽ മറ്റേത് ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഒപ്പം തന്നെ നിന്ന് എല്ലാവരെയും ഒന്നിച്ച് നിന്ന് ഏകോപിപ്പിച്ച് നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അല്ലാതെ എല്ലാവരോടും ഒന്നിച്ച് നിൽക്കണം അല്ലെ, ഒരാളോട് വേർതിരിവൊന്നും കാണിക്കാൻ പാടില്ല, എല്ലാവരോടും ഒന്നിച്ച് നിൽക്കണം. പിന്നെ വീണ്ടും പറയുകയാണ് ദേ ഗീവ് ലീഡർഷിപ്പ്. അവർക്ക് ആ സ്റ്റാഫുകളുടെ ഇടയിലൊക്കെ ലീഡർഷിപ്പ് പവർ കൊടുക്കാനായിട്ട് നിയുക്തമായിരുന്നു. ചിലർക്ക് ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ചില പോളിസികളൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവരോടൊപ്പം നിന്ന് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഊർജം കൊടുക്കുക. സപ്പോർട്ട്, ചിലർക്ക് സപ്പോർട്ടീവിന് അല്ലെ ചില ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം എന്നൊക്കെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ദെൻ ഗൈഡൻസ് ടു സ്റ്റാഫ് മെമ്പേഴ്സ്. അറിയാം സ്റ്റാഫുകളുടെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കുന്ന, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ ഉണ്ടാക്കുന്നവരുടെ നിയമങ്ങൾ അതെല്ലാം എന്താണ് ഒരു ഗൈഡൻസ്, ഒരു നല്ല മാനദണ്ഡമാക്കിയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരിക്കണം. പ്രൊമോട്ടിങ് എ പോസിറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് കൾച്ചർ. അതായത് എല്ലാവരുടെയും ഇപ്പൊ ഏതൊരു വിങ് ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരോടും ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുമ്പോഴെന്താണ് പെട്ടെന്ന് തന്നെ എളുപ്പം ലക്ഷ്യം നേടാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ് ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? റിസ്ക് മാനേജ്മെന്റ് ഓക്കെ ആണോ? കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. Okay, the next risk management നോക്കാം. Administrations evaluate and manage risk connected with the hospital operations. അതായത് അവരുടെ പ്രോബ്ലംസ് എന്തെങ്കിലും നമ്മൾ ഒരു നിയമങ്ങൾ നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് കുറെ നിയമങ്ങൾ നടപടിക്രമങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തത്. അപ്പൊ അത് നടപ്പാക്കി കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും റിസ്കുകൾ ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മാനേജ് ചെയ്യാനായിട്ട് അവര്
കൈകാര്യം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ നമുക്കറിയാം. ചില ഇംപ്ലിമെന്റേഷൻ ഒക്കെ ആ പാടെ നടപ്പാക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അത് ചിലപ്പോൾ ആ ഇംപ്ലിമെന്റേഷൻ അതോടുകൂടി നിർത്തലാക്കിയിട്ട് വീണ്ടും പഴയത് പിന്തുടരേണ്ട അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ നല്ല രീതിയിൽ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു റിസ്ക് അത് എവാലുവേറ്റ് ചെയ്ത് അതൊന്ന് പരിശോധിച്ച് വിശകലനം ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും. They execute the protocols and policies to minimize the potential risk, supervise patients and employ safety measure and handle legal and insurance matters associated with the hospital. അതായത് ഹോസ്പിറ്റലിന്റെ പോളിസീസും പ്രോട്ടോകോൾസും എപ്പോഴും ഒരു റിസ്ക് അല്ലെ, ഒരുപാട് ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലൊന്നും ആവിക്കരുത്. ഒരു നല്ല അല്ലെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം. സൂപ്പർവൈസ് പേഷ്യന്റ് ആൻഡ് എംപ്ലോയീസ് സേഫ്റ്റി മെഷേഴ്സ് എപ്പോഴും തന്നെ അവിടുത്തെ പേഷ്യൻസിനും അതേമാതിരി തന്നെ അവിടെയുള്ള വർക്കേഴ്സിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അല്ലെ. ഇംപ്ലിമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നടപ്പാക്കി കൊണ്ടുവരേണ്ട നിയമ ചട്ടക്കൂടുകളിലെല്ലാം അത് ഉണ്ടായിരിക്കണം. സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. അതായത് നമുക്കറിയാം നിയമപരമായിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഫോളോ ചെയ്ത് പോവേണ്ടതും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ടതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെയാണ്. അപ്പൊ ആ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സ് വരികയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിലും അതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? Then next, okay, ഇനി കണ്ടിന്യൂ ചെയ്തോട്ടെ എന്തെങ്കിലും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. നമ്മൾ കണ്ടത് എന്താണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ പവറിലുള്ളവരുടെ ഡ്യൂട്ടീസ് ആണ്. അപ്പൊ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അവരുടെ നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് നോക്കാം. ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി in a hospital normally comprise a variety of administrative and clerical duties related to the operation of the outpatient department. Outpatient ഒക്കെ നിങ്ങൾ പ്രത്യേകം ചാപ്റ്റർ ഒക്കെ പഠിച്ചതാണ്. അവിടുത്തെ സെക്രട്ടറിയുടെ ഒക്കെ ഔട്ട്പേഷ്യന്റിൽ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും. ഇതിന്റെ ഒരു പ്രത്യേകത ഇതിലുള്ള ഓരോ വ്യക്തികളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അതുമായി റിലേറ്റ് ചെയ്ത ആ ഒരു PDF നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതില് ഔട്ട് പേഷ്യന്റിന്റെ ആ ഒരു സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത്. മിക്കതും നിങ്ങൾ വായിച്ചു വരുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതിലെന്താ പറയുന്നത്, മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, അതായത് ഔട്ട് പേഷ്യന്റുമായിട്ടുള്ള ഒരു റിലേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആയിരിക്കും പ്രധാനമായിട്ടും ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നത്. സം ഓഫ് ദ കീ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഹോസ്പിറ്റൽ മെയിൻ കംപ്രൈസ് ഓഫ്. അതായത് താഴെ തന്നിരിക്കുന്ന കുറച്ച് ഡ്യൂട്ടീസുകൾ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നു ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. അതായത് ഔട്ട് പേഷ്യന്റ് ആണ് അല്ലെ, അവിടെ ഇൻപേഷ്യന്റ് അല്ല, ഔട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ എന്താണ്, അവിടെ വന്ന് ചികിത്സിച്ചു പോകുന്നവരാണ് പൊതുവെ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആദ്യം നമ്മൾ പറയുന്നത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങോ എന്തെങ്കിലും അങ്ങനത്തെ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടോ ഒക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ കാര്യങ്ങൾ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് അക്കൗണ്ടബിൾ ഫോർ ദ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് appointments are actually prioritized based on the patient's medical requirements. അതായത് അപ്പോയിന്റ്മെന്റുമായി കാര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റെസ്പോൺസിബിലിറ്റി പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ഇതെന്നെ പറയുന്ന വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത് മെഡിക്കൽ റിക്വയർമെന്റ്സ് ആയിട്ടുള്ള കൂടുതൽ തിരുവഴി നമുക്കറിയാം. ഓരോ അപ്പോയിന്റ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് എമർജൻസി ഒരു കേസ് വരുന്നെങ്കിൽ എന്താണ് ആ കേസ് കാഷ്വാലിറ്റിയിലേക്ക് വിടും അല്ലെ. കാരണം അത് എമർജൻസി ആണ്. നമുക്കറിയാം ഏറ്റവും എത്രയും പെട്ടെന്ന് അവർക്ക് വൈദ്യസഹായം കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് അത്തരത്തിലുള്ള പ്രയോറിറ്റീസ് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് മെഡിക്കൽ റിക്വയർമെന്റ്സ് കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതാണ് പറയുന്നത് മേക്കിംഗ് ഷുവർ ദാറ്റ് അപ്പോയിന്റ്മെന്റ്സ് ആർ അപ്ലൈ പ്രയോറിറ്റൈസ്ഡ് ബേസ്ഡ്
on the patient's medical requirements. The next one, coordinating patient care. So, എന്താണ് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏകോപിപ്പിക്കുക പേഷ്യന്റിന്റെ കെയർ ഇതിനെ കുറിച്ചിട്ടുള്ള ഏകോപനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വർക്ക്സ് നീലി വിത്ത് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു കോർഡിനേറ്റ് പേഷ്യന്റ് കെയർ. അതായത് ഹോസ്പിറ്റലിന്റെ മറ്റു വർക്കേഴ്സിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ പേഷ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് പ്രയത്നിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടേത്. which includes arranging for diagnostic tests and procedures, reading medical records and ensuring that the patients receive active follow-up care. അതായത് നമുക്കറിയാം അവർക്ക് പല കാര്യങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെ, അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ നടപടിക്രമങ്ങൾ, മെഡിക്കലായിട്ടുള്ള റെക്കോർഡ്സുകൾ കിട്ടുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, and ensuring the patients receive active follow-up care. അതായത് വീണ്ടും അവർക്ക് വരേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആരെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് നമുക്കറിയാം. ഒരു ഡോക്ടറെ കണ്ട് ടെസ്റ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് കിട്ടണം, അത് വീണ്ടും വേറൊരു ഡോക്ടറിലേക്ക് കാണണമെങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ മെഷീനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതി ആയതുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മെഷീൻസ് കൈകാര്യം ചെയ്ത് പോകോളും. പക്ഷെ ഇത് എന്തെങ്കിലും ഒരു സംതിങ് റോങ് എവിടെയെങ്കിലും ഒന്ന് അപാകത വന്നു കഴിഞ്ഞാൽ അത് ആരുടെ ഡ്യൂട്ടിയാണ്, അത് ക്ലിയർ ഔട്ട് ചെയ്തു കൊടുക്കേണ്ടത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. Then answering phone calls. അതായത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി is accountable for answering phone calls and directing patients to the concerned department or staff members. എന്തെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കേണ്ടതുണ്ടായിരുന്നു, ഔട്ട് പേഷ്യന്റിനെ തിരക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്ത് കൊടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് മാനേജിങ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. So the outpatient secretary maintain exact and up-to-date patient information in the hospital's electronic medical record systems, which includes demographic information, medical history and insurance information. അതായത് നമ്മൾ കൃത്യം നേരത്തെ പറഞ്ഞല്ലേ, ഒരു ഔട്ട് പേഷ്യന്റിന്റെ സെക്രട്ടറി കൈകാര്യം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാം അല്ലെ. ഒരു പേഷ്യന്റ് അങ്ങനെ വന്നിട്ടുണ്ട്, അത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റും അതോടൊപ്പം തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകളും അതേമാതിരി ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ഏജ്, ജെൻഡർ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവരങ്ങൾ ഒപ്പം എന്താണ് വല്ല മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളും ക്ലെയിമോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എല്ലാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ സെക്രട്ടറിക്കും അവരുടേതായ ചുമതലയുണ്ട് ഈ ഓരോ ഔട്ട് പേഷ്യന്റ് കാര്യത്തിലും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്, മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാവും അല്ലെ. ഓരോ വിങ്ങിലും ഒരു ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ സെക്രട്ടറിക്ക് ഇതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എന്തെങ്കിലും ഇതുകൾ ഉണ്ടായാൽ, എന്തെങ്കിലും മാനേഴ്സ് ഇഷ്യൂസുകളൊക്കെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇത് കൃത്യമായിട്ട് തന്നെയാണോ എന്നുള്ളത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സ് നോക്കാം. Outpatient secretary process request for medical records, make sure that patient confidentiality is kept and releases medical records to authorized individuals. ഇത് നമുക്കറിയാമല്ലോ, ഓരോ വ്യക്തികളും അവരുടെ അസുഖവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തിപരമായി തന്നെ അവർ ഹോസ്പിറ്റലിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് കൊണ്ട്, ഒരു സുരക്ഷിതത്വം കിട്ടുന്ന, ആത്മവിശ്വാസം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അത് എല്ലാം തന്നെ ആ റെക്കോർഡ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു തേർഡ് പാർട്ടിസിപ്പിനൊന്നും കൊടുക്കരുത്. ഇൻ കേസിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്താണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കുള്ളതാണ്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്രോസസ് റിക്വസ്റ്റ് ഫോർ മെഡിക്കൽ റെക്കോർഡ്സ്, മേക്ക് ഷുവർ ദാറ്റ് പേഷ്യൻസ് കോൺഫിഡൻഷ്യാലിറ്റി ഈസ് കെപ്റ്റ് ആൻഡ് റിലീസസ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ്. ഇതെല്ലാം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അതായത് വെളിപ്പെടുത്തി കൊടുക്കേണ്ട വ്യക്തികൾക്ക് മാത്രമേ റെക്കോർഡ്സുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ പാടുള്ളൂ. അതർവൈസ് അത് ഇവരുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത്. ഹാൻഡ്ലിങ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. അറിയാം, the outpatient secretary is accountable for handling a variety of administrative tasks like the ordering of the supplies, filing paperwork and managing correspondence.
അതായത് നമുക്കറിയാം അല്ലെ, ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന്റെ മെയിൻ റോള് ആർക്കാണ്? നമ്മുടെ സെക്രട്ടറിക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഫയലിംഗ് കാര്യങ്ങൾ, പേപ്പർ ഫയലിംഗും കാര്യങ്ങൾ, ഇൻ കേസ് നമുക്കറിയാം അവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും ഉറപ്പുവരുത്തണം അല്ലെ. പേഷ്യൻസിന്റേതായ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിന് ഈ ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഓഫീസായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കുറവുകൊണ്ടാണ് പ്രോബ്ലം സംഭവിക്കണമെങ്കിൽ ആ കുറവ് നികത്തി കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്. ഇതാണ് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് അക്കൗണ്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് എ വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ലൈക്ക് ഓർഡറിംഗ് ഓഫീസ് സപ്ലൈസ്. ഓഫീസ് സപ്ലൈസുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യണം. ഫയലിംഗ് പേപ്പർ വർക്ക്, ഇതുമായി പേഷ്യൻസിന്റേതായ എന്തെങ്കിലും പേപ്പർ വർക്ക് നടക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പേപ്പർ വർക്കുകളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യേണ്ടതുണ്ട്, കൃത്യമായി തന്നെ ഹാൻഡിൽ ചെയ്യണം. തന്നെ എന്താ പറയുന്നത്, അതിന്റെ മാനേജിങ് കറസ്പോണ്ടൻസ്, അതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പെട്ട പേഷ്യൻസിന്റേതായിട്ടുള്ള എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഫ്ലോയില് എന്തെങ്കിലും ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. Then providing customer service. The outpatient secretary is often the first point of a contact of the patient. So providing excellent customer service is a crucial part of the job. അതായത് ഇദ്ദേഹം അല്ലെ ഒരു സെക്രട്ടറി എന്ന നിലയ്ക്ക് നല്ല രീതിയിൽ ഒരു കസ്റ്റമർ സർവീസും കൂടെ പ്രദാനം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആർക്കുണ്ട് എന്നുള്ളത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ടാക്കുന്നത്. ഓവറോൾ ആണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്ലേസ് എ key role in making sure that the outpatient departments run smoothly and efficiently, and that the patients obtain high quality care. Strong organizational skills, attention to detail, and excellent communication skills are necessary for success in this role. അതായത് നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യക്ഷമമായിട്ട് പേഷ്യന്റിന്റേതായ ഡിപ്പാർട്ട്മെന്റിലിരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള വർക്കുകളും കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യണം, സ്മൂത്ത് ആയിട്ട് പോകണം. ആൻഡ് ദാറ്റ് പേഷ്യൻസ് ഒബ്റ്റെയിൻ ഹൈ ക്വാളിറ്റി കെയർ, നല്ല ഒരു ഗുണമേന്മയുള്ള ഒരു ശുശ്രൂഷ രീതിയാണ് അവർക്ക് അവലംബിക്കേണ്ടത്. സ്ട്രോങ് ഓർഗനൈസേഷൻസ്, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ്, നല്ലൊരു സ്കിൽ അല്ലെ, ഒരു കഴിവ്, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതല്ലെങ്കിൽ നല്ല നല്ല തീരുമാനങ്ങൾ നടപ്പാക്കാൻ, അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള എക്സലന്റ് കഴിവ് ആർക്കുണ്ടായിരിക്കും? സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ സക്സസ് ഇൻ ദ റോൾ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സിക്സ്ത് പോയിന്റ് പറയാം. നബിക്ക് ഏത് പോയിന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാം കേട്ടോ. സിക്സ്ത് പോയിന്റ് പറയാം. ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. Handling administrative task എന്ന് പറയുമ്പോൾ the outpatient secretary is accountable for handling a variety of administrative task. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ള പല പല ടാസ്കുകൾ ചെയ്ത് തീർക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടാവും. അതിന്റെ ഔട്ട് പേഷ്യന്റുമായിട്ട് എന്തെങ്കിലും എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ടായെങ്കിൽ അത് നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. ലൈക്ക് ഓർഡറിംഗ് ഓഫീസ് സപ്ലൈസ്. ഇനി വേറെ എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അല്ലെ, അവിടെ ഓഫീസിന്റെ എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് ഔട്ട് പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇല്ല എങ്കിൽ അത് സപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫയലിംഗ് പേപ്പർ വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും പേപ്പർ വർക്കുകൾ ഇനി ഡിലേ ആയിട്ടുണ്ട് എങ്കിൽ അത് ഡിലേ ആവാതിരിക്കാൻ ചിലപ്പോൾ ഇൻഷുറൻസ് ഇതിലേക്ക് ചേമ്പറിലേക്ക് പോകേണ്ടതായിരിക്കും, അതല്ലെങ്കിൽ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകേണ്ടതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട് എങ്കിൽ അത് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത്, അല്ലെ എന്താണ് ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിലേ വരാതിരിക്കാനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് റൺ ചെയ്യണം. അതിന്റെ മാനേജിങ് കറസ്പോണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ സിഗ്നേച്ചർ ആയിരിക്കും, ഒരു പക്ഷേ ഡോക്ടറുടെ സിഗ്നേച്ചർ വന്നിട്ടില്ല, അപ്പൊ അത് കൃത്യമായിട്ട് ഇവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ.
അങ്ങനെയുള്ള എന്തെങ്കിലും മറ്റേതെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവുമായും ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് ഈ സെക്രട്ടറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? 6th പോയിന്റ്. അപ്പോ ഇനി ഇത് എന്താണെന്നൊന്ന് പറയാമോ? ലാസ്റ്റ് പോയിന്റ് എന്തായാലും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. സ്ട്രോങ് ഓർഗനൈസേഷൻ സ്കിൽസ്, attention to detail and excellent communication skills are necessary for success in this role. അതായത് ഈ ഒരു റോള്, ഈ ഒരു 7th പോയിന്റ് പറയാം. ലാസ്റ്റ് പോയിന്റ് ഇതാണ് ഉദ്ദേശിച്ചത്. പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. 4th പോയിന്റ് പറയാം. പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ് എന്നുള്ളത് എന്താണ്? കസ്റ്റമർ സർവീസിൻ്റെതായിട്ടുള്ള, നമുക്കറിയാം ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും സേവനങ്ങൾ അല്ലെ, അവർ വന്ന് പോയി കഴിയുമ്പോഴും വീണ്ടും അവർക്ക് നല്ലൊരു സേവനം കാഴ്ചവെക്കാനായിട്ട് തുടരുന്ന ഇതാണ് കസ്റ്റമർ സർവീസ്. നമ്മൾ എന്തെല്ലാം പഠിച്ചത്? ഒരു എന്താണ് കസ്റ്റം എന്നുള്ളത് എന്നൊക്കെ ഡിറൈവ് ചെയ്തു വരുന്നത് കസ്റ്റമർ സർവീസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ആ ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഒരു TV കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടുത്തെ സർവീസ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? നെറ്റ് സർവീസ് അല്ലെ, വാട്സപ്പ് സർവീസ്. ചിലപ്പോൾ ആണെങ്കിൽ ചില ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് അത് ചിലപ്പോൾ നെറ്റ് വഴി എത്തിക്കാം എന്നുള്ള ഒരു സർവീസ് ആയിരിക്കും. The outpatient secretaries offer the first point of contact for patients. So providing excellent customer service is a crucial part of the job. ഒരുപക്ഷെ അവർക്ക് ടൈം ഡിലേ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി പോയിട്ട് അവർക്ക് എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ചിലപ്പോൾ ഒരു പക്ഷേ എന്താണ് കസ്റ്റമർ സർവീസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മെയിൽ അയച്ചു തരാനോ അല്ലെങ്കിൽ വാട്സപ്പായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരാനോ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു റോളും കൂടി ആർക്കുണ്ട്? നമ്മുടെ സെക്രട്ടറിക്ക് ഉണ്ട്. അതാണ് ആ ഒരു 7th പോയിന്റിൽ പറയുന്നത്, പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. അതായത് മറ്റേതെങ്കിലും ഒരു സർവീസ് കസ്റ്റമർ എന്നുള്ള രീതിയിൽ അവിടെ വന്ന് പേഷ്യന്റ് ആണെന്നുള്ള രീതിയിൽ ഇവിടെ അപ്പോൾ തന്നെ ചെയ്ത് കിട്ടിയില്ലെങ്കിലും പിന്നെ ഏതെങ്കിലും ഒരു ടൈമിന് കൊടുക്കുന്ന സർവീസ്. അപ്പൊ ആ ഒരു സർവീസ് അതല്ലെങ്കിൽ നമുക്കറിയാം കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ വേറെ എന്തും ആവാല്ലേ, അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടാവാം, അഡ്മിഷനുമായി ബന്ധപ്പെട്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ റിസപ്റ്റുമായി ബന്ധപ്പെട്ടാവാം, ഏതെങ്കിലും രീതിയിൽ. ചിലപ്പോൾ നമ്മൾ പറയും ഒരു 20 ഡേയ്സിനുള്ളിൽ വീണ്ടും നമ്മള് ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ വീണ്ടും വരികയാണെങ്കിൽ എന്താണ് ചിലപ്പോൾ ക്യാഷിലായിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടതായി വരില്ല. അങ്ങനെ അതൊക്കെ ഒരു കസ്റ്റമർ സർവീസ് ആണ്. അപ്പൊ വ്യത്യസ്ത തരത്തിലാവാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ കസ്റ്റമർ സർവീസ് ഒക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ട ഒരു റോളും കൂടി സെക്രട്ടറിക്ക് ഉണ്ടാകും. 4th പോയിന്റിൽ നോക്കാം, മാനേജിങ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. അതായത് എന്താണ്? പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് മാനേജ് ചെയ്യുക. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി മെയിൻറ്റെയിൻ എക്സാക്ട് ആൻഡ് അപ് ടു ഡേറ്റ് പേഷ്യന്റ് ഇൻഫോർമേഷൻ ഇൻ ദ ഹോസ്പിറ്റൽസ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റംസ് which includes demographic information, medical history and ഇൻഷുറൻസ് ഇൻഫോർമേഷൻസ്. അതായത് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് എന്തായാലും കളക്ട് ചെയ്തു വരുന്നത്. അപ്പൊ അത് അപ്ഡേറ്റ് ആക്കി കൊണ്ടുപോകണം അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ ചിലപ്പോഴാണെങ്കിൽ ഇൻഷുറൻസ് പാക്കേജ് കഴിഞ്ഞ് ആ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് അതുകൊണ്ട് ഇനി ഉപയോഗമില്ല അല്ലെ, അവർക്ക് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് അത് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഇൻ കേസ് അത് വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ഒരു പ്രാവശ്യം വന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും വിസിറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ആ ഒരു ഇത് തന്നെ അല്ലെ കാർഡ് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അത് ചിലപ്പോൾ ചില പെർമിഷനോട് കൂടി ഇപ്പൊ ചില ഇതുകൾ അറിയാൻ നമുക്ക് കിടത്തി ചികിത്സ ഒരു ടൈമിൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ ഫിസിഷ്യന്റെ സിഗ്നേച്ചറോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ചില കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ അതെല്ലാം അപ്ഡേറ്റ് ആണോ, അത് കൃത്യതയുള്ളതാണോ എന്ന് എല്ലായ്പ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻസിൽ നമുക്കറിയാം ഏജും ഫീമെയിലും ജെൻഡറൊക്കെയാണ് നമുക്കറിയാം. ഒരു പക്ഷേ ചിലപ്പോ മാരേജിന് മുമ്പായിട്ടായിരിക്കും അവര് ഒരുപക്ഷെ ഇത് സ്വീകരിച്ചിരിക്കുന്നത്, വീണ്ടും ചിലപ്പോൾ അതിനുശേഷമൊക്കെ ആയിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും അവര് അപ്ഡേറ്റ് ആക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അത് അല്ലെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും എപ്പോഴും ക്ലിയർ തന്നെ ആവണമെന്നില്ല. അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി. അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഇളവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഓരോ റിസപ്ഷനിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെയുള്ള പ്രത്യേകത
ഇവിടെ എല്ലാം ഔട്ട് പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടിയിൽ സെക്രട്ടറിക്ക് ഉത്തരവാദിത്തം വരുന്നത്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം അനുസരിച്ചിട്ട് അതെല്ലാം അപ്ഡേറ്റ് ആണോ എന്ന് ഇടയ്ക്ക് വെരിഫൈ ചെയ്തിട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ചെറിയ ഭാഗം കൂടി എടുക്കാനുള്ളതായിരുന്നു. ശരി, ഇവിടെ ഇപ്പൊ പറയുന്നത് മനസ്സിലായില്ല എന്നാണോ? അതായത് അതിന്റെ ഇൻഫോർമേഷൻസ് നമ്മള് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ചിലപ്പോ നേരത്തെ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് തന്നെ ആവണമെന്നില്ല. പിന്നീട് ചില ഭേദഗതികളൊക്കെ ഉണ്ടാവും. ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആവുമ്പോൾ അവരുടെ ഹിസ്റ്ററി ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവരുടെ ഏജും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചേഞ്ച് ആവാം അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഉറപ്പ് വരുത്തണം. ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യം, ഈ പ്രോബ്ലംസ് മാറ്റേഴ്സ് വരുന്നത് എപ്പോഴും സെക്രട്ടറിക്കുള്ള റോള് വരുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴായിരിക്കും. ഔട്ട് പേഷ്യന്റിന്റേതായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ വരുമ്പോഴാണ് സെക്രട്ടറിക്ക് അതിന് ആൻസർ കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പൊ അവരിതെല്ലാം നമുക്ക് ഒന്നുകൂടി വെരിഫൈ ചെയ്ത് ഇതെല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് ആ ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നത്. അതാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നോക്കാം. എന്താണ് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. ഉള്ള സമയം എന്തായാലും എടുക്കേണ്ടതുണ്ട്. കാരണം ഇതിനേക്കാളും വലിയ ചാപ്റ്റർ ആണ് നെക്സ്റ്റ് കിടക്കുന്നത്. അപ്പോ ഇത് പിന്നെ നിങ്ങൾക്ക് വായിച്ചെടുത്താലും കൂടി മനസ്സിലായി പോകുന്നതാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ വേസ്റ്റ് ചെയ്യണ്ട, കിട്ടുന്നത്രയും നമുക്ക് എടുക്കാം. എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്തോട്ടെ. സ്റ്റാർട്ട് ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി പറയുന്നത്, ദ മെഡിക്കൽ സെക്രട്ടറി വിൽ എക്സിക്യൂട്ട് secretarial duties using a specific knowledge of a medical terminology and hospital clinic laboratory procedures duties consist of. അതായത് ഇവർക്ക് അല്ലെ നമുക്കറിയാം സെക്രട്ടറിക്ക് അതിൻ്റെതായ കുറച്ച് നോളജ് വേണം എന്നുള്ളത് പറഞ്ഞു. മെഡിക്കൽ ടെർമിനോളജി ഒക്കെ നിങ്ങൾ പഠിച്ചു കാണും. എന്തായാലും മെഡിക്കൽ ടെർമിനോളജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഒരുപാട് നീക്കി വലിച്ചൊന്നും തന്നെ ചെയ്താലും തന്നെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റൽ ക്ലിനിക് ലബോറട്ടറി പ്രൊസീജിയേഴ്സ്, ഹോസ്പിറ്റലിലെ ചികിത്സാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട നടപടികള്, അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു നോളജ് ആർക്കുണ്ടായിരിക്കണം? മെഡിക്കൽ സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കണം. ഈ മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ആരെയാണ് ജോബ് സമ്മറി പറഞ്ഞത്? ഓരോ വ്യക്തിഗതയും ആ ഒരു പദം അതിനനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് നമ്മൾ ഓർത്ത് വെക്കണം. ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തിയുടെ ഇതാണ്. രണ്ടാമതായിട്ട് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെയാണ്. മൂന്നാമതായിട്ട് മെഡിക്കൽ സെക്രട്ടറിയുടെ. ഇപ്പൊ മെഡിക്കൽ സെക്രട്ടറിയുടെ ആകുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ ടേംസ് അല്ലെ, അവിടെ മെഡിക്കൽ ടേംസിന് പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ആ ടേംസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, സ്പെസിഫിക് നോളജ് ഉണ്ടായിരിക്കണം. അതേമാതിരി തന്നെ അവിടുത്തെ ചികിത്സയും ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു നോളജ് സ്കില്ല് അവർക്ക് ഉണ്ടായിരിക്കണം, മെഡിക്കൽ സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മെഡിക്കൽ ടെർമിനോളജി പഠിച്ചിട്ടുണ്ട്. പിന്നെ മെഡിക്കലിന്റെ ഇതായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിവിധ ചാപ്റ്റേഴ്സുകളിൽ അല്ലെ വ്യത്യസ്ത ടീച്ചേഴ്സ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഇത് ആ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. എന്താണ് പറയുന്നത്? ദ പ്രസന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ് helps with the scheduling, receiving and announcing scheduled patient and visitors. മെഡിക്കൽ സെക്രട്ടറിയുടെ ഇതെന്ന് പറയുന്നത് ഓരോ വ്യക്തികളും അതെ അവരുടെ ഫിസിഷ്യൻ കൃത്യമായിട്ട് തന്നെ സ്ക്രീൻ ചെയ്ത് കാണുക. ഓരോ പേഷ്യൻസ് നമുക്കറിയാം അവര് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴും
അവരെ പ്രത്യേകമായിട്ടും അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കും, സ്ക്രീൻ ചെയ്തിരിക്കും. ഓരോരുത്തരുടെ ഷെഡ്യൂളും കാര്യങ്ങളും സമയത്തിനനുസരിച്ചിട്ട് തന്നെ അത് പേഷ്യൻസിന് വിസിറ്റേഴ്സിന് അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്, ഫിസിഷ്യൻസിന്റെ ഓരോ വർക്കുകളും എത്രത്തോളം ഉണ്ട് എന്ന് അവർക്കും അത് അവൈലബിൾ ആക്കി കൊടുക്കുക. കളക്ട് പേഷ്യൻസ് ഇൻഫോർമേഷൻ ആൻഡ് കീപ് പേഷ്യൻസ് റെക്കോർഡ്സ്, ഓരോ പേഷ്യൻസിന്റെയും ഇൻഫോർമേഷൻസ് അതെല്ലാം കീപ്പ് ചെയ്യുക. ആൻഡ് അവരുടെ റെക്കോർഡ്സ്, അവരുടെ ഇൻഫോർമേഷൻസ് മാത്രമല്ല ഓരോ പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം ഓരോ ഫയലില്ല അല്ലെ, അതിപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ആവുമ്പോൾ അത് അതിലേക്ക് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. Then ensure physicians productivity by maintaining calendars, അതായത് അവരുടെ ആ ഒരു ഇതനുസരിച്ചിട്ടല്ലേ ചാർട്ട്. ചിലപ്പോൾ നമുക്കറിയാം ചില ഫിസിഷ്യൻസ് ഓരോ വീക്കിലി ചിലപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ മാറി മാറി അല്ലെങ്കിൽ തിയേറ്ററിൽ പോകുന്ന ദിവസം അങ്ങനെയൊക്കെ വ്യത്യസ്ത കലണ്ടേഴ്സ് ഉണ്ടാവും. അവർക്ക് ആ ഒരു ചാർട്ട് ഉണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെയാണ് അവരത് ഹാൻഡിൽ ചെയ്യുന്നത്. നല്ല കൃത്യമായിട്ട് തന്നെ അത് ഉറപ്പാക്കുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക അവരുടെ ആ ഒരു രീതി എന്നുള്ളത്. അതായത് പേഷ്യന്റിനെ പരിശോധിക്കുന്ന സമയം, അതേമാതിരി തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന ദിവസങ്ങൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ഉറപ്പുവരുത്തുക. Then procedure informed by interpreting dictation, preparing a medical reports and creating summaries. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ സമ്മറികൾ അതെല്ലാം പ്രൊസീജിയേഴ്സുകളെല്ലാം ഇൻഫോം ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുക. എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്മറീസ് കാണിക്കേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് കൊടുക്കുക. Then provides historical reference by progressing and utilizing filing and retrieval systems. അതായത് എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റെഫറൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മെഡിക്കൽ സെക്രട്ടറി അതിനെ ഉൾപ്പെടുത്തി കാണിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് റിട്രൈവൽ സിസ്റ്റംസ് എന്ന് വെച്ചാൽ പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അതും ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിലേക്ക് അതുകൊണ്ട് എന്തായാലും ഉൾപ്പെടുത്തി കൊടുക്കാം. Then secure information by completing a database backups, അതായത് എല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായിട്ട് തന്നെ ഡോക്ടേഴ്സിന്റെ ടൈം അനുസരിച്ചിട്ട് തന്നെ അവൈലബിൾ ആക്കുക. Gives patients confidence and protects operations by keeping informations secret. അതായത് നമുക്കറിയാം അല്ലെ, ഒരു പേഷ്യൻസ് അവർക്ക് ഡോക്ടേഴ്സിനോട് ചില കാര്യങ്ങൾ ഇൻഫോം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും. അപ്പൊ ആ ഒരു രീതി തന്നെ കൺസിഡർ ചെയ്യണം. അവർക്കൊരു കോൺഫിഡൻസ് അല്ലെ, അവർക്കൊരു ആത്മവിശ്വാസം ഉളവാക്കുന്ന തരത്തിൽ തന്നെ ആ പേഷ്യൻസിന്റെ ആ ഇൻഫോർമേഷൻസ് സൂക്ഷിക്കേണ്ടതുണ്ട്. മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്, അതായത് ഓഫീസിൽ അവിടെ ആവശ്യമായിട്ടുള്ള ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെ എല്ലാം കൃത്യമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. Then keep ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷണൽ ബൈ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അതേമാതിരി തന്നെ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഓപ്പറേറ്റിംഗ് വിധേയമാകുന്നവർക്ക് അത് കൃത്യമായിട്ട് തന്നെ ഉണ്ടോ എന്ന്. കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ്സ് ഓപ്പറേഷണൽ ബൈ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, അത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അത് മതിയായ എക്യുപ്മെന്റ്സുകളെല്ലാം ആ ഓഫീസിൽ കീപ്പ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മെയിൻറ്റെയിൻ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്, അതായത് നല്ല സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, അതിലേക്ക് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടത്തക്ക വിധത്തിലുള്ള അതായിട്ടാണോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സെൻസേഴ്സ് ആൻഡ് പ്രൊഡക്റ്റ് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മളുടെ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാവർക്കും അല്ലെ ഒരു സൊസൈറ്റിക്ക് ആ ഒരു പബ്ലിക്കിന്
സംരക്ഷണം കിട്ടുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള സർവീസുകളാണ് സ്റ്റാൻഡേർഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്ഡേറ്റ്സ്, ജോബ് നോളജ്, ഉണ്ട്. ഞാൻ ഈ 3 പോയിന്റ്സും കൂടി പറഞ്ഞു നിർത്തിയേക്കാം. എന്താണ് കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു. അപ്ഡേറ്റ്സ് ജോബ് നോളജ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്. അതായത് നമുക്കറിയാം എപ്പോഴും നോളജ് നേടിയെടുക്കേണ്ടതും ഈ സെക്രട്ടറിയുടെ അപ്ഡേറ്റ്സ് നമ്മളെപ്പോഴും എല്ലാ ഡ്യൂട്ടീസിലും പറയുന്ന കാര്യമാണ്. അപ്ഡേറ്റ് ആയിട്ട് നോളജ് നേടിയെടുക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള ആവശ്യ ഘടകമാണെന്നുള്ളത് അതും ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ കീപ്പ് മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്. അതേമാതിരി മെഡിക്കൽ റെക്കോർഡ്സുകളും ടെക്നിക്കൽ ആയിട്ടുള്ള ലൈബ്രറിയുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം തന്നെ കീപ്പ് ചെയ്തിരിക്കേണ്ടതും ഈ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ്. എപ്പോഴും അവരുടെ ചികിത്സാഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഫിസിഷ്യൻസിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഉറപ്പുവരുത്തണം. അത് കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ്. ഫിസിഷ്യന്റെ അണ്ടറിൽ തന്നെ അല്ലെ, മേലാധികാരികളായ ഡോക്ടേഴ്സിന്റെ അണ്ടറിൽ തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതുവരെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.